ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എൻ്റെ പേര് ആര്യനന്ദ. ഞാൻ കഴിഞ്ഞ ഇയർ +2 കഴിഞ്ഞ ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ എൻ്റെ മാർക്ക് ലിസ്റ്റാണ് തംബ്നെയിലിൽ കൊടുത്തിട്ടുള്ളത്. അറൗണ്ട് 97% മാർക്കും ഫുൾ A+ ഉണ്ടായിരുന്നു വിത്തൗട്ട് എനി ഗ്രേസ്. അപ്പോൾ അതിനുള്ള ടിപ്സാണ് ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. സ്റ്റഡിങ് എ ലിറ്റിൽ ബിറ്റ്സ് എവറി ഡേ മാറ്റേഴ്സ് എ ലോട്ട്. നമ്മൾ പരീക്ഷയുടെ തലേദിവസം എല്ലാം കൂടി ക്രാം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഒരു സീരീസ് ടെസ്റ്റിനോ മന്ത്ലി ടെസ്റ്റിനോ ഓൺ എക്സാമിനോ ഒക്കെ യൂസ്ഫുൾ ആവും. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ആ മാർച്ച് വരുന്ന പരീക്ഷയാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിന് ഇങ്ങനെ പല പരീക്ഷയ്ക്കായിട്ട് തലേദിവസം മാത്രം ഇന്ന് നോക്കി പോയിട്ട് കാര്യമില്ല. എല്ലാ ദിവസവും 5 മിനിറ്റെങ്കിലും നമ്മൾ പഠിക്കണം. പിന്നെ +2ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറേ ആക്ടിവിറ്റീസൊക്കെ വരുന്നുണ്ട്. ഫസ്റ്റ് ഒരു 2 മന്തൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ ഭയങ്കര ബിസിയാവും. റെക്കോർഡ് വർക്ക് വരും, ലാബ് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യേണ്ടി വരും. അപ്പം അതിൻ്റെയൊക്കെ ഇടയിൽ പെട്ടിട്ട് നമുക്ക് കോർ സബ്ജക്ട്സിനൊക്കെ വല്ലാണ്ട് മൈൻഡാക്കിയില്ലെങ്കിൽ അത് വലിയൊരു പണി കിട്ടും. അപ്പോൾ എല്ലാ ദിവസവും 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് കൃത്യമായിട്ടിരുന്ന് പഠിക്കണം. നമുക്ക് ഒരേ ദിവസവും പറയാൻ കുറേ കാര്യങ്ങളുണ്ടാവും. പക്ഷേ 5 മിനിറ്റെങ്കിലും കൃത്യമായിട്ട് ബുക്ക് തുറന്നില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ അനുഭവിച്ച് തുടങ്ങും. നമുക്ക് അപ്പം റിഗ്രറ്റ് വരും, അന്ന് ഇത്തിരിയെങ്കിലും പഠിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ വരാണ്ടിരിക്കാനാണ് പറയണേ. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കണം. നമ്മൾ ഇടുന്ന എഫേർട്സ്, കുഞ്ഞു എഫേർട്സ് നമ്മുടെ ഇൻ്റലിജൻസിനേക്കാളും മാറ്റർ ചെയ്യും. കുഞ്ഞു എക്സാംസ് സീരിയസ് ആയിട്ട് നമ്മൾ കാണണം. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ അതിന് വേണ്ടി ഇത്തിരിയെങ്കിലും വർക്ക് ചെയ്യണം. കൺസിസ്റ്റൻസി ഇല്ലാതെ നമ്മൾ ഒരു ദിവസം പഠിച്ചു, ഒരു ദിവസം 10 മണിക്കൂർ പഠിച്ചു, പിന്നത്തെ ദിവസം ഒന്നും പഠിച്ചില്ല, പിന്നത്തെ ദിവസം 1 മണിക്കൂർ പഠിച്ചു, അങ്ങനെ കാര്യമില്ല. എത്ര ദിവസമാണോ നിങ്ങൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഡെയിലി റുട്ടീൻ വെച്ചിട്ട് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് അതിനുള്ള റിസൾട്ട് കാണുള്ളൂ. പിന്നെ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യേണ്ടത് അങ്ങനെയാണ്. ഷോർട്ട് ടൈം മെമ്മറി അല്ല, ലോങ് ടൈം മെമ്മറിയിൽ സാധനങ്ങൾ ഇരുന്നാൽ എന്നുവെച്ചാൽ നമ്മൾ പഠിക്കുന്നത് ഇതുകൾ അത് സ്റ്റോറാക്കിയാൽ മാത്രമാണ് നമുക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഓരോ എക്സാം വരുമ്പോഴും നമ്മൾ മുന്നേ പഠിച്ചത് തന്നെ റിവിഷനൊന്നും ഇല്ലാത്ത കാരണം പിന്നെയും ക്രാം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കേണ്ടി വരും. ആ ക്രാമിങ്ങിൽ കൂടെ നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് മാർക്ക് അങ്ങനെ നഷ്ടപ്പെടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ കൺസിസ്റ്റൻസി ഈസ് ദ കീ. ഇനി സെക്കൻഡായിട്ട് വരുന്ന കാര്യം സ്റ്റിക്ക് ഓൺ ടു ടെക്സ്റ്റ് ബുക്ക് ആൻഡ് സെൽഫ് സ്റ്റഡി. ഇപ്പം നമ്മൾ പലരും യൂട്യൂബ് വീഡിയോ എക്സാമിൻ്റെ തലേദിവസം മാത്രം കണ്ടാൽ അവർ പറയണ ഒരു സൂപ്പർ 60 മോസ്റ്റ് 100 ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ പറഞ്ഞ് കാണും. നമുക്ക് അവർ പറയണ കേട്ടുകൊണ്ട് മാത്രം എക്സാമിന് അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്, നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങിലുള്ള നോട്ട്സൊക്കെ വെച്ച് തന്നെ പഠിക്കണം. പിന്നെ എപ്പോഴും യൂട്യൂബ് വീഡിയോ നമ്മൾക്ക് തുണച്ചൊന്നും വരില്ല. കാരണം ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ മാത്സ് എക്സാം നല്ല പാടായിരുന്നു. നല്ല പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് അതിൽ ക്വസ്റ്റ്യൻ വന്നത്. ടെക്സ്റ്റ് ബുക്കിൽ NCERT മിസ്ലീനിയസിന് വരെ ക്വസ്റ്റ്യൻ വന്നു. അതൊന്നും അധികം ഒരു ചാനലും ഡിസ്കസ് ചെയ്യാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് അത് കണ്ടപ്പോൾ കുറേ പേർക്ക് നല്ല എക്സാം ടഫായി എന്ന് പറയാനുള്ള കാരണം അതാ. അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. അങ്ങനെ അത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ താനെ ആ കണ്ട കാര്യം പഠിക്കാനും പിന്നെ എക്സ്ട്രാ ആയിട്ട് ടെക്സ്റ്റിൽ ചെയ്ത് പഠിക്കാനൊക്കെ ഉള്ള ടൈം നമ്മൾ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ അതും ഒരു പണിയാവും. ഇനി അടുത്ത ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ടൈം മാനേജ്മെൻ്റ് ആണ്. നമുക്ക് +2ൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വാസ്റ്റ് സിലബസ് ഉണ്ട്. എന്നാൽ +1 പോലെ നമ്മൾ സിലബസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ പോരാ. നമുക്ക് അല്ലാത്ത കാര്യങ്ങൾ വരുന്നതുണ്ട്. ഡിസ്ട്രാക്ഷൻസും +1നേക്കാളും +2 കൂടുതലായിരിക്കും. സോ വാസ്റ്റ് സിലബസ് കുറഞ്ഞ ടൈമിൽ നമ്മൾ കവർ ആക്കേണ്ടി വരും. പ്ലസ് റെക്കോർഡ് വർക്കൊക്കെ അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആണ്. അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ബ്രേക്ക് എടുക്കില്ലേ പഠിക്കുമ്പോൾ, അപ്പോൾ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പാട്ട് കേട്ടുകൊണ്ടായിരുന്നു ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നത്. റെക്കോർഡ് ഇപ്പോൾ അങ്ങനെ ശ്രദ്ധ ഭയങ്കരമായിട്ട് കൊടുത്ത് എഴുതേണ്ട കാര്യമാണ് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അവസാനമാണ് റെക്കോർഡിൻ്റെയൊക്കെ നോക്കി പഠിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിരുന്നത്. പിന്നെ ഒരു വീക്ക്ലി പ്ലാൻ, എല്ലാ ദിവസവും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു വീക്കിന് ഇത്ര ടാർഗറ്റ്സിന് വയ്ക്കുക. എന്നിട്ട് ഇപ്പോൾ നമുക്ക് സ്കൂളിലുള്ള ദിവസങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റാത്തുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് സാറ്റർഡേ സൺഡേ നോക്കി ടാക്കിൾ ചെയ്യുക. സ്കൂളിലെ ദിവസത്തേക്കാൾ നിങ്ങളുടെ സാറ്റർഡേ സൺഡേസ് നിങ്ങൾ എഫക്റ്റീവ് ആക്കണം. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ബേസിക്സ് ആണ്. ബേസിക്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ മാത്സ് ആയാലും മാത്സും കെമിസ്ട്രിയൊക്കെയാണ് നന്നായിട്ട് ബേസിക്സിൻ്റെ ആവശ്യം വരുന്നത്. ഇപ്പോൾ നമ്മൾ +1 പഠിച്ച ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ്, സെറ്റ്സ് അതൊക്കെ നമുക്ക് +2 ആവശ്യം വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ അങ്ങനത്തെയൊക്കെ പഠിച്ചില്ലേ, കണ്ടിന്യൂറ്റിയുടെയൊക്കെ ഫോർമുലാസ് പിന്നെ അപ്ലൈ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതൊക്കെ നന്നായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ കെമിസ്ട്രിയിലായാലും നമ്മൾ 2 ഓർഗാനിക് ചാപ്റ്റേഴ്സ് പഠിച്ചു. കെമിസ്ട്രിയിൽ കൂടുതൽ +2 വരുന്നത് ഓർഗാനിക് ചാപ്റ്റേഴ്സാണ് മെജോറിറ്റി. അപ്പോൾ അതിൻ്റെ നെയിമിങ്, അത് ഏത് ഗ്രൂപ്പാണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് വ്യക്തമായിട്ട് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ആ ഓർഗാനിക് ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോഴും മാത്സിനൊക്കെ ട്രിഗ്നോമെട്രിയൊക്കെ ഞാൻ പറയാൻ മറന്നു. അതൊക്കെ നന്നായിട്ട് ആവശ്യം വരുന്നുണ്ട് +2ലും കുറച്ചൊക്കെ. അപ്പോൾ ആ ഫോർമുലാസും
അതേപോലെ ഈ നെയിമിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കിയില്ലെങ്കിൽ അത് നമുക്ക് ഭയങ്കര കഷ്ടപ്പാടായിരിക്കും ആ ഓരോ ചാപ്റ്റേഴ്സും പഠിക്കുന്ന സമയത്ത്. ഇനി ഡിസ്ട്രാക്ഷൻസിനെ കുറിച്ച് പറയാം. നമുക്ക് പല തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് വരിക. അതിൽ മേജർ ഡിസ്ട്രാക്ഷൻസാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോൺ തന്നെ. അത് നമ്മളായിട്ട് ലിമിറ്റ് ചെയ്യണം. വേറൊരാൾക്ക് നമുക്ക് പകരം വന്ന് ചെയ്തു തരാൻ പറ്റുന്ന കാര്യമല്ല. നമ്മളിങ്ങനെ ഫോണൊക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തന്നെ ആലോചിക്കുക, ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ അറ്റ് ദ എൻഡ് നമുക്ക് റിസൾട്ട് വന്ന ഡേ ഉണ്ടാവണം. ആ പ്രഷർ എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച മാർക്ക് കിട്ടാണ്ടാകുമ്പോൾ ഒരു ഗിൽറ്റ് ഫീലൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ആലോചിച്ച് നിങ്ങൾ തന്നെ അതൊക്കെ കൺട്രോൾ ചെയ്യുക. ആ ഫീലൊക്കെ ഫോൺ കുറച്ച് ഉപയോഗിക്കുക. പിന്നെ പ്രോഗ്രാംസ് എന്ന് വെച്ചാൽ ചില പ്രോഗ്രാംസൊക്കെ സ്കൂളിൽ ഓർഗനൈസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ കൂടുതൽ അങ്ങോട്ട് കോൺസെൻട്രേഷൻ കൊടുക്കും. പക്ഷെ നമ്മൾ എൻജോയ് ചെയ്യണം. പക്ഷേ അതിന് വേണ്ടിയുള്ള പ്ലാനിങ്, അതിന് വേണ്ടി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റഡീസിന് ഒരു ലെസ് പ്രയോറിറ്റി കൊടുക്കാൻ പാടില്ല. പിന്നെ വേറൊരു കാര്യമാണ് ടൂർ. ഞങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ക്ലാസ് ടൈമിൽ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ ടൂറിനെ പറ്റിയുള്ള ചർച്ച, അങ്ങനെ ഫോട്ടോ എടുക്കണം, ഈ റീൽ ചെയ്യണം, ഇന്ന ഡ്രസ്സ് ഇടണം, അങ്ങനത്തെ കുറേ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഓർഗാനിക് കെമിസ്ട്രിക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ഇങ്ങനത്തെ ചർച്ചകൾ. അതായത് കുറേ പോർഷൻസൊക്കെ കഷ്ടപ്പെട്ടാണ് പിന്നീട് മനസ്സിലാക്കാൻ അത് ചെയ്യരുത്. പിന്നെ വേറെ പരിപാടിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ആ പരിപാടിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. അതിന് പ്രൈസ് കിട്ടാൻ വേണ്ട എഫേർട്സൊക്കെ ഇടണം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സ്റ്റഡീസ് ഡിസൈഡ് ആവാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പണിയാം. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോടൊക്കെ എനിക്കൊരു സീനിയർ അല്ലെങ്കിൽ നിങ്ങളെക്കാളും മുന്നേ പഠിച്ചത് എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു തരാനുള്ളത്. ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇതിൽ പലതും ഞാൻ പറയാനുള്ള കാരണം ഞാൻ വരുത്തിയ മിസ്റ്റേക്സാണ് ഇത് പലതും. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ എനിക്ക് ഇത്രയും കൂടി ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എനിക്കിപ്പോൾ തോന്നാറുണ്ട്. സോ നിങ്ങളതൊക്കെ ശ്രദ്ധിച്ച് നല്ല സ്കോർ എടുക്കണം. താങ്ക് യു. യൂസ്ഫുൾ ആവണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.